ഇപ്പോഴത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളുണ്ട്, സഹിക്കാൻ പറ്റാതെ കരഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളുണ്ട്, പിമ്പിൾസിനൊക്കെ. മൈൻഡ് ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ്. അത് നമ്മൾ ഒരുപോലെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു റിസൾട്ട് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ മൊമെന്റ് തൊട്ട് മാറും. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രോവേർട്ട് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്ക് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ വെച്ചിട്ട് എനിക്ക് ഇമ്പ്രൂവ് ആവാനും പറ്റുള്ളൂ, എൻ്റെ കഴിവിനെ കുറച്ച് കളയാനും പറ്റുള്ളൂ. അവനവനെ തിരുത്താനായിട്ടുള്ള ഒരു ഇൻസൈഡ് എനർജി ഉണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. മനുഷ്യനെ എല്ലാം ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ സെയിം ആപ്പാട് ബേസിക് വേണ്ട സോഫ്റ്റ്വെയർ മാത്രം തന്ന ദൈവം ഭൂമിയിലേക്ക് വിടുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കുറേ അധികം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പണ്ട് എക്സ്ട്രോവേർട്ട് ആയിരുന്നു, ഇപ്പം ഇൻട്രോവേർട്ട് ആയിട്ട് മാറി. അതേപോലെ തന്നെ ഞാൻ പണ്ട് അങ്ങനെ ആരുമായിട്ട് മിങ്കിളല്ലായിരുന്നു, പിന്നെ ഞാൻ വന്ന ഫ്രണ്ട് സർക്കിളൊക്കെ അനുസരിച്ച് ഞാൻ എക്സ്ട്രോവേർട്ടായിട്ട് രൂപപ്പെട്ടതാണ്. പിന്നെ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ മാത്രം ഞാൻ വളരെ എൻ്റെ ചൈൽഡിഷ് ഞാൻ വളരെ എക്സ്ട്രോവേർട്ടായിരിക്കും, അല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എനിക്കൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനത്തെ കുറേ അവസ്ഥാന്തരങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇത് ഈ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എല്ലാവർക്കും പേഴ്സണലി മനസ്സിലാക്കി തന്നെയാണോ അവർ പറയുന്നതെന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നും. ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇൻട്രോവേർട്ട് ആയി പോകുമ്പോഴാണ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രോവേർട്ട് ആകുമ്പോൾ ഹാപ്പിനെസ്സാണ്. കാരണം പൊതുവെ അവരായിട്ട് ആഗ്രഹിച്ചതിലേക്ക് വരുമ്പോൾ കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടുക, അത് നല്ലൊരു കാര്യമാണ്. ആൻഡ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രോവേർട്ട് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് പഴയതുപോലെ ആരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലൊരു ആസ്വാദനം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഈവൻ സ്റ്റുഡൻസ്, ഇപ്പോഴത്തെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ തൊട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഒരു ടീനേജിലേക്കൊക്കെ എത്തുമ്പോൾ ചെറുപ്പത്തിൽ ഞാൻ എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്തു, ഇപ്പം എനിക്കത് പറ്റുന്നില്ല. അതിനൊരു പ്രധാനത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് എഫേർട്ട് ഇടുന്നതായിരിക്കത്തില്ലേ ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനൊക്കെ. അതിലുപരി ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് ഐഡൻറ്റിറ്റി തിങ്ക് ചെയ്യുന്നൊരു ഏജാ ടീനേജ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മളെല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ കുറവെന്ന് നമ്മളെപ്പോഴും അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു പ്രായം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, അയ്യോ ഈ കൊച്ചെന്നാ ഇങ്ങനെ ഇരിക്കണേ എന്ന്, ചുമ്മാ നോർമലി ഇരിക്കുന്ന കുട്ടിയായിരിക്കും, നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന്, ഇതൊരു ചേർച്ചയില്ല കേട്ടോ, വെറുതെ പറയുന്നതായിരിക്കും അവർ. പക്ഷെ ആ ഒരൊറ്റ വാക്ക് പോലും ഒരു കുട്ടിയെ ഡീപ്ലി വൂണ്ടഡ് ആക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ഫ്രണ്ട്സിൽ നിന്ന് ബുള്ളിയും കിട്ടുക, നമ്മളവിടെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടൊരു കാര്യം പറയുമ്പം നമ്മളെല്ലാവരും കളിയാക്കി ചിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഉൾവലിഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഇവരെയൊക്കെ അസസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ചില ഇൻസിഡൻസിൽ അവർ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും കെയറും ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും വരുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ അവരവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവർക്കൊരു കുറവുള്ള വ്യക്തിയായിട്ട് തന്നെയായിരിക്കും അവരെ കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ആളുകളും അവരെക്കാൾ മികച്ചതായിട്ട് അവർക്ക് തോന്നും. അങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇപ്പോഴല്ലേ ഈ ടേംസ് ഒക്കെ കുറച്ച് കാലഘട്ടങ്ങളായുള്ളൂ. ഇങ്ങനെയാണ് അധികം സംസാരിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പേരിട്ടു, നന്നായിട്ട് സൈക്കോളജിക്കലി എക്സ്ട്രോവേർട്ട് എന്നിട്ടു. അപ്പോൾ ഈ പേരുകൾ കൂടുതൽ കേൾക്കും തോറും നമ്മൾ ഏതാന്ന്, ഞാൻ എന്താ എൻ്റെ കാര്യം ഒന്ന് പറയാമോ, എന്നെ കണ്ടിട്ട് എന്താ തോന്നണേ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടുതൽ. അപ്പോൾ പൊതുവേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഒത്തിരി ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ല, അവരുടെ ലോകത്തിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്, ചില ആളുകൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക. ചില ആളുകൾക്ക് ഒത്തിരി ആളുകളുടെ കൂടെ ഇരിക്കുന്നവർ, ചില ആളുകൾക്ക് പേഴ്സണൽ സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് സൊസൈറ്റിയുടെയോ മറ്റുള്ള ആളുകളുടെയോ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാതെ അവനവന് തന്നെ അത് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ വേറൊരാളോട് ഒരു ടെസ്റ്റ് എടുത്തിട്ട് പറയാമോ എന്ന് ചോദിക്കുന്നേക്കാളും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ചില കാര്യങ്ങളിൽ, പക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് ആ ഇഷ്ടമെങ്കിൽ നമ്മൾ അതിലേക്കാവുക. ചില കുട്ടികളുണ്ട്, എനിക്കിപ്പോൾ ആരോടും മിണ്ടണമെന്നൊന്നുമില്ല, എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറയും എനിക്കെല്ലാവരോടും മിണ്ടണം എന്നാണ് ആഗ്രഹം എന്ന് അവർ പറയും. അപ്പം നമ്മൾ ആ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ശരിക്കും എല്ലാവരോടും മിണ്ടി സ്മാർട്ടായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് ആ കുട്ടിക്ക് ആഗ്രഹം. പിന്നെ എന്തുകൊണ്ട് അത് വീണ്ടും ഇൻട്രോവേർട്ടായിട്ടിരിക്കുന്നത്, അതിനെ സൊസൈറ്റി വേണ്ട വാല്യൂ കൊടുക്കുന്നില്ല, അതിനെ കുറവായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അത്ര ടാലൻറ്റ് കാണുന്നില്ല, അവൾക്ക് തന്നെ ആ കുട്ടിക്ക് തന്നെ ഒരു സെൽഫ് വർത്ത് വാല്യൂ ഉണ്ടാവില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇന്ന വ്യക്തി എന്ന് പറയുമ്പം ഞാൻ പോരാ, എനിക്ക് എന്നെ ആർക്കും കൂട്ടാൻ ഇഷ്ടമല്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ ലേബലായിട്ട് നമ്മളങ്ങ് എഴുതി ചേർക്കും. ആ ലേബലിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ആ ലേബലിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ വെച്ചിട്ടാ എനിക്ക് ഇമ്പ്രൂവ് ആവാനും പറ്റുള്ളൂ, എൻ്റെ കഴിവിനെ കുറച്ച് കളയാനും പറ്റുള്ളൂ. അതിനുള്ളൊരു ഫാക്ടേഴ്സായിട്ട് നമുക്ക് എൻവയോൺമെൻറ്റും പിയറും പാരൻസും ഒക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ്. ഇതിൽ നിന്ന് വരുന്ന കാര്യത്തെ ഞാൻ ഉൾക്കൊണ്ടത് അങ്ങനെയാണ്, എനിക്കങ്ങനെ ആയി പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നൊക്കെ ചിന്തിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് അവനവൻ തന്നെ അവനവനോട് ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ ഏതിൽ ഏറ്റവും കംഫർട്ട്, എനിക്ക് കംഫർട്ട് ഇതാണ്. ചിലരുണ്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആളുകളെ തനിയെ ഇരുത്തി അവർക്ക് തനിയെ സംസാരിക്കാനും അവർ തനിയെ എഴുതുന്ന ആളുകളുണ്ട്. കവിതയൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഏറ്റവും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ ശരിക്കും ക്രിയേറ്റീവ് എനർജി വർക്ക് ചെയ്യുക. പല തീരുമാനങ്ങളും എടുക്കുന്നതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും. ചില ആളുകൾ പറയും ഓക്കെ സിനിമയൊക്കെ എഴുതാനായിട്ട് തനിയെ പോയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇരുന്ന് എഴുതുന്ന ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ വീട്ടിൽ അന്തരീക്ഷം പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം ചിലപ്പോൾ കടൽ കണ്ട് എഴുതുന്ന ആളുകളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട്. അതല്ലാതെ ഇപ്പോഴത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ ഇതിലൊക്കെ കുറവാണ്, എൻ്റെ അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല. പൊതുവെ എല്ലാത്തിനും ഇപ്പോൾ വീഡിയോസ് അല്ലേ, എല്ലാത്തിനും എല്ലാവരും മികച്ചതായിട്ടുള്ള വീഡിയോസാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം തന്നെ നമുക്ക് ഞാൻ കുറവാണെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് അതിൽ പെട്ടുപോയി ട്രാപ്ഡായി ജീവിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അതിലുപരി പുറത്ത് എന്നെക്കുറിച്ച് പുറത്തുനിന്നൊരാൾ പറയുന്ന ഡെഫിനിഷൻ എനിക്ക് വേണ്ടതാണോ അത് അയാളുടെ മാത്രം ഒപ്പീനിയൻ ആണോ എന്നുള്ളൊരു ഫിൽട്രേഷൻ ഉണ്ടല്ലോ. ആ ഫിൽട്രേഷൻ മിക്ക കുട്ടികളിലും നടക്കുന്നില്ല. നമ്മളെല്ലാം എല്ലാം സ്വീകരിക്കുക. അവരങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നായിരിക്കും നമ്മുടെ ചിന്ത. അല്ലെ ചുമ്മാ പറയൂ ആൾക്കാർ, ചുമ്മാ ഞാൻ തടിച്ചിരിക്കുമെന്ന് അവർ പറയത്തില്ലല്ലോ. പണ്ടായിരുന്നു നിന്നെ കാണാൻ ഭംഗി എന്ന് അവരങ്ങനെ ചുമ്മാ പറയത്തില്ല. എനിക്ക് ഭംഗി കുറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ എനിക്ക് ഭംഗി കുറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നു. നിനക്ക് മൊത്തം പിമ്പിൾസ് അല്ലേ എന്ന് പറഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ ബാധിക്കുകയാണ്. അങ്ങനെ ബാധിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളുണ്ട്, സഹിക്കാൻ പറ്റാതെ കരഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളുണ്ട് പിമ്പിൾസിനൊക്കെ. അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ടീനേജ് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് അത്. ആ സമയത്ത് പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. ചിലർ പണ്ടത്തെക്കാളും കാണാൻ സൗന്ദര്യം വയ്ക്കും, ചിലരുടെ ഉള്ള സൗന്ദര്യം കുറഞ്ഞു പോവാം. അതിങ്ങനെ ഞാൻ പറഞ്ഞ പ്യൂപ്പ പുറത്തേക്ക് വരുന്ന പോലെയാണെന്ന് ഞാൻ പറയും. അതൊന്ന് രൂപപ്പെട്ട് വരട്ടെ, അതിനുള്ള ഒരു സമയം കൊടുക്കുക എന്ന് പറയും കുഞ്ഞുങ്ങളോട്. അപ്പോൾ അവർക്കത് കുറച്ചും കൂടെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര മാനസികമായിട്ട് അവർ പഠനത്തിലൊക്കെ പുറകോട്ട് വരും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ. അങ്ങനെയുള്ള ഒരുപാട് കോൺസെൻട്രേഷൻ പോവും. അങ്ങനെ പല എനിക്ക് തോന്നുന്നു ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഫോക്കസ്ഡ് ആയി പോവും. അതെ അതെ, അങ്ങനെയുള്ള ഇതിലേക്ക് ആയി പോവും. അപ്പോൾ ബെറ്റർ ഞാൻ പറയുന്നത് സെൽഫ് അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് തന്നെയല്ല, വലുതായിട്ട് നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ട്. ചില ആൾക്കാരുണ്ട് ഈ എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാൽ ഡിഫെൻഡ് ചെയ്ത് നമ്മളുടെ ഭാഗത്തെ ആ ഒരു ശരി പറഞ്ഞ് എന്ന് വെച്ചാൽ സമർത്ഥിക്കാൻ അത്രയും കറേജ് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ പിന്നീട് പതിയെ പതിയെ ഞാൻ ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്തായാലും ഇവരുടെ ചിന്താഗതി ഇതാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ ഇവരിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, എന്നെ ഇവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് സൈലന്റ് ആയി പോകുന്ന ആൾക്കാർ. ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇപ്പം നമുക്ക് പേഴ്സണലി അറിയാമെങ്കിലും ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുകയാണ്. അപ്പോൾ ഞാൻ പണ്ട് കണ്ട ഒരാളെ ഞാൻ ആ സിറ്റുവേഷൻ കാണുമ്പോൾ അയാൾ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ പണ്ട് കണ്ടപ്പോൾ, വളരെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ ഇയാളായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് അവിടുത്തെ ആ ഒരു പ്രശ്നത്തെ വേറെ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയാം. അവർ ചേഞ്ച് ആയി വന്ന് അതിനെ ഓക്കെ ആ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ല. അത് നമുക്ക് അവരെ നോക്കി കാണുമ്പോൾ അറിയായിരിക്കും. നമുക്കൊരു ഡേ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ചില സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ആഘാതങ്ങൾ നൽകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മൾ ഒരുപോലെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു റിസൾട്ട് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ മൊമെൻറ്റ് തൊട്ട് മാറും.
അതായത് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ കറേജിലേക്ക് വരാം, ഉള്ള കറേജ് നഷ്ടപ്പെടുകയും വരാം. അപ്പം ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ അയാളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻസിലൂടെ അയാളുടെ പ്രതികരണം കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ പ്രതികരണം കൊണ്ട് എൻ്റെ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യമാണെങ്കിൽ മാത്രമേ എനിക്കത് റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റിൽ എൻ്റെ പ്രതികരണം എന്നെ തന്നെ ഒരുപാട് വേദനിപ്പിച്ച് തളർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പ്രതികരണം മാറ്റി പിടിക്കും. അത് നമ്മുടെ മൈൻഡ് തന്നെ എടുക്കുന്ന പുതിയൊരു സ്ട്രാറ്റജി ആയിരിക്കും. ന്യൂ ട്രാൻസ്ഫോർമേഷൻ. അതെ, അത് തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലരും ബോഡി ട്രാൻസ്ഫോർമേഷന്റെ കാര്യം മാത്രമേ പലപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ മൈൻഡ് ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ്. ഇല്ല, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം വരുമ്പം നമ്മളിപ്പം സൈക്കോളജി തന്നെയാണെങ്കിൽ അയാൾ ഏത് പേഴ്സണാലിറ്റിയാണ് എന്നല്ലേ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ മനുഷ്യരെ എല്ലാം ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ സെയിം ആപ്പാട് ബേസിക് വേണ്ട സോഫ്റ്റ്വെയർ മാത്രം തന്ന ദൈവം ഭൂമിയിലേക്ക് വിടുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന പ്രോഗ്രാംസാണ്. കരയാനും ഇതിനുള്ള മാത്രമേ തന്നു വിടുന്നുള്ളൂ. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നമ്മൾ നല്ല പ്രോഗ്രാമുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മികച്ച വ്യക്തികളായി മാറും. അതല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം നമ്മളുടെ താഴത്തേക്ക് കൊണ്ടുവരാനുള്ളതാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അവനവനെ തിരുത്താനായിട്ടുള്ള ഒരു ഇൻസൈഡ് എനർജി ഉണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇപ്പം സൈക്കോളജി പഠിക്കണം എന്ന് പറയുമ്പോഴും ഈ പ്രശ്നങ്ങളെയല്ലേ പഠിപ്പിക്കണേ, അല്ലെങ്കിൽ ഇന്ന ഡിസോർഡർ ഉണ്ട്, ആ ഡിസോർഡർ ഉണ്ട്, ഈ ഡിസോർഡർ. അതല്ലാതെ ഒരു എങ്ങനെ ഒരു വ്യക്തിക്ക് മികച്ചതാവാൻ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം അവിടെ വരുന്നത്. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ബെറ്റർ എല്ലാവരും മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾക്ക് ഏത് പേഴ്സണാലിറ്റി ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനായിട്ടുള്ള മാജിക് വാൻഡ് നിങ്ങളുടെ ഇൻസൈഡ് തന്നെ ഇരിപ്പുണ്ട്. ജസ്റ്റ് അത് യൂസ് ചെയ്യുക. അതിനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ തന്നെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു.